പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണല്ലോ. ക്രിസ്ത്യൻസ്, ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻസ് എല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുകയാണ്. നോമ്പെടുത്തും പ്രാർത്ഥിച്ചും പ്രായശ്ചിത്തം ചെയ്തും തിരിഞ്ഞു നോക്കിയും ഒക്കെ പുണ്യപ്രവർത്തികൾ ചെയ്തുമല്ല. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. യേശു ക്രിസ്തു വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലോകത്ത്. അതെല്ലാവർക്കും അറിയാം. ലോകത്തെ തന്നെ രണ്ടായിട്ട് പിളർത്തിയ, അതായത് ലോക ചരിത്രത്തെ, മനുഷ്യ ചരിത്രത്തെ എന്ന് വേണം പറയാം, രണ്ടായി തിരിച്ച ഒരു സംഭവമായിരുന്നു യേശുവിൻ്റെ ജനനം, ജീവിതം എന്നത്. അതിൻ്റെ തീയതികളെക്കുറിച്ചുള്ള തർക്കമൊക്കെ അവിടെ ഇരിക്കട്ടെ. ആനോ ഡോമിനി, അല്ലെങ്കിൽ യേശുവിന് ശേഷം, അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ്, BC എന്ന് പറഞ്ഞ് രണ്ടായിട്ട് പിളർത്തിയ ഒരു സംഭവമായിരുന്നു യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഒന്നും എഴുതിയിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ല. ഒരു തരത്തിലുള്ള സ്കൂളിങ്ങും അവകാശപ്പെട്ടിട്ടില്ല. ഒരു തരത്തിലുള്ള പൊസഷൻസും ഇല്ലായിരുന്നു. ഒരു നാടോടിയായിട്ട് വീട്ടുകാരെ ഉപേക്ഷിച്ച് ദേവാലയത്തിന് പരിസരത്ത് ജീവിച്ച് കുറേ അനുയായികളുടെ കൂടെ നടന്ന ജീവിതം, വളരെ റിസ്കിലായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ദൈവപുത്രനാണ് യേശു ക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം വളരെ, അന്നത്തെ കാലത്ത് ഏറ്റവും റിബല്യസ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും സമൂഹത്തിൻ്റെ ആചാരങ്ങളോടും അനാചാരങ്ങളോടും ഒക്കെ പടവെട്ടി ങ്ങളെയൊക്കെ ചോദ്യം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. വളരെ റെവല്യൂഷണറി ആയിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. സാബത്ത്, അതായത് ജൂതന്മാരെ സംബന്ധിച്ച് സാബത്ത് വലിയൊരു സംഭവമാണ്. അന്ന് ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ സാബത്ത് മനുഷ്യനെ രക്ഷിക്കാം, മൃഗങ്ങളെ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ യേശു ക്രിസ്തുവാണ്. അതുപോലെ തന്നെ കപട നാട്യക്കാരെ യേശു ക്രിസ്തു നിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ്. കപട നാട്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്, വെള്ളം പൂച്ചിയ കുഴിമാടങ്ങളാണ് നിങ്ങളെല്ലാം. അതുപോലെ തന്നെ വളരെ വളരെ ശുഷ്കമായിട്ടുള്ള ആധ്യാത്മികത ചോദ്യം ചെയ്ത ആളാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കേൾക്കുന്ന രീതി അലമുറയിടരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ മുഖം വക്രിപ്പിച്ച് കാണിക്കരുത്. അതിന് പകരം നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മുഖം സന്തോഷമായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ കയറി നിങ്ങളെ അറിയുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അന്നത്തെ കാലത്ത് പലർക്കും ചിന്തിക്കാൻ പറ്റാതിരുന്ന, അന്നത്തെ കാലഘട്ടത്തിന് എതിരെ നടന്ന ഒരു വ്യക്തിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവസാനം ഒരു കുരിശിൽ മരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോ കാലഘട്ടത്തിലും ഇതുപോലുള്ള വ്യക്തികളുണ്ട്. ആ വ്യക്തികളെ മനസ്സിലാക്കാൻ ആ സമൂഹത്തിന് സാധിക്കാറില്ല. പക്ഷെ പിന്നീട് അവർ ആ സത്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യവും ഇന്നും അപ്രസക്തമല്ല. യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യത്തിലും അപ്രസക്തമായ ഒന്നുമില്ല. യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു, അതും അപ്രസക്തമല്ല. കാരണം ഈ ലോകമാണ്, ഈ ലോകത്തിലെ പുത്രന്മാരാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ സാർവലൗകികത, സാർവപിതൃത്വം, ഇതൊക്കെ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യത്തിൽ എതിര് കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ എഴുതപ്പെട്ടത് പല സുവിശേഷകന്മാർ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ എഴുതിയ കാര്യങ്ങൾ അവർ തന്നെ ഏതായാലും എഴുതിയതല്ല, അപ്പോൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ എഴുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഈ സീസണിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചത്. നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഉപ്പാണ്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ നടക്കുന്നില്ല. അതുപോലെ തന്നെ അഷ്ടസൗഭാഗ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച്, ഓരോ സൗഭാഗ്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കും, അതെല്ലാം എത്രത്തോളം അർത്ഥവത്താണ്. ശാന്തശീലർ ഭൂമി അവകാശമാക്കും. ശാന്തശീലരായ മനുഷ്യർക്കാണ് ഭൂമി അവകാശമായി മാറുന്നത്. ധനികന്മാരായ ആളുകളെ കൊടുത്ത് പഠിച്ചു നോക്കും, അവരെല്ലാം ശാന്തശീലന്മാരാണ്. അതായത് ഒരു കാര്യം തുടങ്ങി ആ കാര്യത്തിൽ കുറേ കാലം നിൽക്കുകയും അത് പരിശ്രമിക്കുകയും ചെയ്യുന്ന, നിതാന്തമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമി അവകാശമാക്കുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, സന്മനസ്സുള്ളവർക്കേ സമാധാനമുള്ളൂ. അസ്വസ്ഥമാർക്ക് സമാധാനമില്ല. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞ് ഹൃദയശുദ്ധിയുള്ള മനുഷ്യർക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവനെപ്പോഴും ഉത്കണ്ഠകളായിരിക്കും, അല്ലെങ്കിൽ പകയായിരിക്കും, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും.
അങ്ങനെ അഷ്ടസൗഭാഗ്യങ്ങൾ ഓരോന്നെടുത്ത് കീറിക്കൊണ്ട് പരിശോധിച്ചാണ് മനസ്സിലാക്കുന്നത് അതെല്ലാം എത്രത്തോളം അർത്ഥവത്താണ്. ഈ അവസരത്തിൽ നമുക്ക് യേശുവിൻ്റെ ഈ പഠനങ്ങളിലേക്ക് മാറാം. അത് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു നല്ല ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് എല്ലാവർക്കും